അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ദീർഘമായൊന്നും പറയുന്നില്ല. ഇന്ന് 17-ാം രാവാണ് അല്ലേ? അത് നമുക്ക് സ്മൃതിയിൽ പൂത്തു നിൽക്കുന്ന ഒരു രാവാണ്. അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ടതാണ്. അയ്യാമുല്ലാഹ് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ടതാണ്. പരിശുദ്ധ റമളാൻ 2 ഫുർഖാനുകൾക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധ മാസമാണ്. ഒന്ന് ഖുർആൻ ഷരീഫിനെ അൽ ഫുർഖാൻ എന്ന് പറയാറുണ്ട്. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അതുപോലെ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് ബദർ ദിനത്തെ യൗമുൽ ഫുർഖാൻ. രണ്ടും ഫുർഖാനാണ്. എന്താണ് ഫുർഖാന്? ഏതാണ് സത്യം, ഏതാണ് വിശുദ്ധ ആദർശം, ആരാണ് അള്ളാന്റെ ആളുകൾ എന്ന് കൃത്യമായി അത്ഭുതകരമായി അള്ളാഹു വെളിപ്പെടുത്തി എന്നാണ്. അത് ഖുർആൻ കൊണ്ടും വെളിപ്പെടുത്തി, ബദർ കൊണ്ടും വെളിപ്പെടുത്തി. രണ്ടും റമളാനിലാണ്. മഹാത്ഭുതമാണ്. 2 ഫുർഖാനുകൾക്കും സാക്ഷിയായത് ഈ മാസമാണ്. അതുകൊണ്ട് ഈ രാവും പകലും വിസ്മരിക്കാവതല്ല. അള്ളാഹുവിന്റെ പട്ടാളം അവാച്യമായ വിജയഭേരി മുഴക്കിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പകലിന്റെ പ്രാരംഭമായ രാവാണ്. അള്ളാഹു അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങൾ നല്ല ആവേശത്തിലിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അബൂജാഹിലിനെ വെട്ടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ക്ലാസ്സില് ഒരു വെട്ടൊക്കെ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പോലെ വിട്ടോ വെട്ടെങ്കിൽ പറയടോ. ഓൻ ഇൻഷാ അല്ലാഹ് ആ മുഹൂർത്തൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. നമുക്ക് ആധികനാണ്. അതുകൊണ്ടാണ് ആദ്യമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിന്റെ ഇതിലൊക്കെ ഉള്ള ഹിക്മത്താണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ മാസത്തിലാണ് ബദറും അള്ളാഹു കളമൊരുക്കിയത്. 2 ജിഹാദ് ഒറ്റ മാസത്തിൽ. ഒന്ന് സ്വന്തം ഇച്ഛയോടുള്ള ജിഹാദ്, അതാണല്ലോ സൗമ്. 2 പ്രത്യക്ഷരായ ശത്രു വിഭാഗത്തോടുള്ള ജിഹാദ്. 2 ജിഹാദിലും ലോകതലത്തിൽ തൗഹീദിന്റെ തറവാട്ട് മൂപ്പന്മാരായ ഒളിവീശിയ ഈ തൗഹീദിന്റെ അതോറിറ്റിയാണ് മഹാന്മാരായ ബദരീങ്ങൾ റളിയല്ലാഹു തആല അൻഹു. അവരിൽ ഒരാളുടെ 1 മിനിറ്റിന്റെ മഹത്വം നമ്മളെല്ലാരും കൂടി ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്നിട്ട് കണ്ണിന്ന് നീര് വറ്റിയിട്ട് ചോര ഒഴിക്കിയാലും നമ്മുടെ ഈമാൻ അവരുടെ ഒരാളുടെ ആയുസ്സല്ല, അതിൽ 1 മിനിറ്റിന്റെ ഈമാന്റെ സ്ഥാനത്തെത്തൂല എന്നാണ്. കാരണം അവര് സ്വഹാബാക്കളാണ്. അതോടുകൂടി ലെവല് മാറി. സ്വഹാബിയാവാൻ അള്ളാന്റെ റസൂലിനെ കാണണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രസവിക്കപ്പെട്ട ഒരു ചെറിയ മോന് തൊട്ടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ കുട്ടിക്ക് കണ്ണ് കാണൂല എന്ന് കൂട്ടുക. അള്ളാന്റെ റസൂൽ ആ വീട്ടിൽ വന്നു പോയാൽ ഈ കുട്ടി സ്വഹാബിയായി. അത്ഭുതം നോക്കുങ്ങള്. സ്വഹാബിയാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണ്ട. അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, കാണണ്ട. ഒപ്പം ഈമാനോട് കൂടി നിന്ന് ഈമാനോടെ മരിച്ച സ്വഹാബിയാണ്. കാണണ്ട. കാരണം കണ്ണൊട്ടന്മാരായ സഹാബാക്കളില്ലേ, ഒരു കണ്ടുകണോ? ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളല്ലേ. ബാഹ്യമായ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ. കാണൽ ഷർത്തല്ല, സഹവാസമാണ് പ്രധാനം. സുഹബത്ത് സഹാബ. അതോടുകൂടി തന്നെ അവരെ അടിമുട്ടി മാറി. ഇനി അവരെ സ്ഥാനത്ത് 100 കണക്കിന് ഇമാമുൽ ഷാഫി എന്നാലും ഷാഫി ഇമാം വലിയ മഹാനാണ്, ഖുത്ബാണ്, വലിയ മഹാനാണ്, മുജ്തഹിദാണ്. വേറൊന്നും കൂടി ഞാൻ പറയട്ടെ. ഒരു പക്ഷേ ഷാഫി ഇമാമിന്റെ ഇൽമ സ്വഹാബാക്കളിൽ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഉണ്ടാവില്ല എല്ലാവർക്കും. ഷാഫി ഇമാം ഖുർആൻ ഖത്തം തീർത്ത പോലെ അബൂബക്കർ സിദ്ദീഖ് പോലും ഖത്തം തീർത്തിട്ടില്ല. കാരണം സിദ്ദീഖ് അക്ബർ റമളാനിൽ 2 ഖത്മ് തീർത്തിട്ടില്ല. അങ്ങനെ ചരിത്രം അറിയപ്പെട്ടിട്ടില്ല. എന്നാലും അവരുടെ ഈമാനിന്റെയും മക്കാമിന്റെയും സ്ഥാനത്ത് പിൽക്കാലത്ത് വന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയാൽ എത്തൂല. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ മുഴുവനും അണിനിരന്നാലും
അവരുടെ രോമത്തിന്റെ വില പോലും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ അസ്ഹാബ് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടി ബദരീങ്ങളും കൂടി ആയാലോ പുടുത്തം വിടുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാം ഒരിക്കൽ മുസ്തഫ നബിയോട് ഒന്നിട്ട് ചോദിച്ചു, മുത്തനബിയെ, നിങ്ങളെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് വെച്ച്. ഒരു ചോദ്യമല്ല. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ യൂസലാം വന്നിട്ട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ അവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവരെ ഈ ഉമ്മത്തിൽ വലിയ ആളുകളാണ് എന്നാണ്. അപ്പൊ ജിബ്രീൽ സ്വലാം പറഞ്ഞു, ഞങ്ങളെ കൂട്ടത്തിലുള്ള മലക്കുകളെ കുറിച്ചും ഞങ്ങൾ പരിഗണിക്കുന്നത് മലക്കുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളുകൾ ബദർ യുദ്ധത്തിൽ ഇറങ്ങിയ മലക്കുകളാണ് എന്നാണ്. മലക്കുകൾ എത്ര ഉണ്ട്? അള്ളാഹ്ക്കല്ലാതെ മലക്കുകളെ എണ്ണ അറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാമിന് പോലും മലക്കുകളെ എണ്ണ അറിയില്ല. ജിബ്രീൽ സ്വലാം മലക്കുകളുടെ ഹെഡാണ്. പക്ഷെ മലക്കുകളുടെ സദറിനോട് നിങ്ങൾ എത്ര ആൾക്കാരുണ്ടോ ചോദിച്ചാൽ അവര് കൈമലർത്തി എനിക്കറിയില്ല അറിയാം. അള്ളാഹ്ക്കല്ലാതെ അറിയില്ലേ? ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലല്ലാഹ്. അപ്പൊ മലക്കുകൾ കൊടാന 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 സുബീരാണ്ട് പറഞ്ഞോളി എന്നാലെത്തില്ല. മലക്കുകളാണ്. അതിലേറ്റവും വലിയ മഹാന്മാര് 5000 മലക്കുകളാണ്. ഈ 5000 ബദറിൽ ഇറങ്ങിയവരാണ്. അവരെ കവച്ചു വെക്കാൻ ഇനി ഒരു മലക്കിനും സാധ്യമല്ല. അതാണ് ബദർ. അതാണ് ബദർ. ബദർ എന്ന് എന്താ പറയപ്പെടാൻ കാരണം? ചരിത്രപരമായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അവിടെ ആ പേരുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു ഗോത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 14 രാവിലെ നല്ല മാർക്കറ്റ് നടന്നിരുന്നു, അതിന് ബദർ എന്നല്ല പറയാം. അല്ലെങ്കിലോ മേലെ ബദർ വെച്ചാൽ താഴെ കിണറിൽ കണ്ടിരുന്നു, അല്ലെങ്കിൽ അവിടെ ബദർ എന്ന പേരിൽ ഒരു കിണറുണ്ടായിരുന്നു. ഒരുപാട് അഭിപ്രായങ്ങളാണ്. പക്ഷേ ബദരീങ്ങളിൽ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് അൽ ബദറുൽ കമാൽ, പ്രഥമനും പ്രധാനിയുമാണ്. അത് മുഹമ്മദ് മുസ്തഫയാണ്. റസൂലുള്ളാഹിന്റെ ദുആ കൊണ്ടാണ് ബദർ വിജയിച്ചത്. അതാണ് 313 ആളുകൾക്ക് മക്കയിൽ നിന്ന് ബദറിലേക്ക് യാത്ര ചെയ്യാൻ 150 കിലോമീറ്ററിന് മേലുണ്ട്. 70 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. 70 ഒട്ടകങ്ങൾ. 313 എങ്ങനെ 70 ഒട്ടകമ്പോ പോരാ? ഒരു 4 ആളുകളും 3 ആളുകളും ചേർന്നിട്ടാണ് ഒട്ടകത്ത് കയറുക, അല്ലെങ്കിൽ ഊഴം വെച്ചുകൊണ്ട് കയറും. അത്ര കഷ്ടപ്പെട്ടു. 313 ആളുകൾക്ക് ആകെ ഉണ്ടായിരുന്നത് 9 വാള്, 8 കുന്തം. എന്താണ് ഇപ്പൊ യുദ്ധം? കാരണം അവരൊരു ബദറോ ഒരു ആയിരക്കണക്കിന് പടയോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ സങ്കല്പിച്ച് ഭാവന ചെയ്തുകൊണ്ട് പുറത്തിറങ്ങിയതല്ല. അവര് കച്ചവടത്തിന് പോയിരുന്ന അബൂ സുഫിയാനെയും സംഘത്തിനെയും 30 ആളുകൾ എന്ന വെപ്പില് തടയാൻ വേണ്ടി വന്നവരാ. അത് തടയാൻ പറ്റുമല്ലേ? തടയാൻ പറ്റൂലേ? തടയാൻ പറ്റുമല്ല എന്നാണെങ്കിൽ ചരിത്രം ആദ്യം മുതൽ ഇങ്ങോട്ട് വായിക്കണം. അപ്പൊ എന്തേ തടയാത്ര വൈകി നമുക്ക് തോന്നുള്ളൂ. ഇവിടുന്ന് മാത്രാണ്ട് പഠിക്കുന്ന ആള് കഥ അറിയാതെ ആട്ടം കാണുന്ന ആളാണ്. അതിങ്ങോട്ട് വായിക്കണം. ഇവരെ വിൽക്കാൻ കൊണ്ടുപോയ സാധനങ്ങളിൽ ഭൂരിഭാഗവും ഈ 313 പല ആളുകളും മക്കത്ത് ഇട്ടേച്ചു പോയ വസ്തുക്കളാണ്. അവരെ വസ്തുക്കൾ കൊണ്ടുപോയി കട്ട് മുടിച്ചിട്ട് അവിടെ പോയിട്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇവരെ പ്ലാൻ എന്താ അറിയോ? മദീനത്ത് വന്നിട്ട് മുത്തു മുസ്തഫാനെയും സഹാബാക്കളെയും അവിടുന്ന് തൂത്തെറിയണമെന്നാണ്. മദീന കുട്ടിച്ചോറാക്കണമെന്നാണ്. മദീനയിൽ ചോരപ്പുഴ എടുക്കണമെന്നാണ്. ഇവിടുന്ന് മുഹമ്മദ് അനുയായികൾ രക്ഷപ്പെട്ട് അവിടെ പോയിട്ട് അവിടെ രാഷ്ട്രം പണിതിട്ടുണ്ട്. എല്ലാരും മുഹമ്മദിന്റെ കീഴിലായിട്ടുണ്ട്. ഇങ്ങനെ വിടാൻ പറ്റൂല. അതുകൊണ്ട് മദീന നമുക്ക് പോയിട്ട് അപഹരിക്കണം, മദീനയിൽ പോയി അവരുടെ ജീവൻ പന്താടണം എന്ന് ഉദ്ദേശിച്ച് അതിനു വേണ്ടി പൈസ ഉണ്ടാക്കാനാണ് ഇവർ പോയത്. അങ്ങനത്തെ ഒരു വിഭാഗത്തിന് മദീനന്റെ അടുത്ത് കൂടി തിരിച്ചു പോകുമ്പോ അള്ളാഹ് റസൂൽ മക്കത്തെ പോലെയല്ല. മദീനയിൽ രാജാവാണ്, മന്ത്രിയാണ് മുഹമ്മദ് മുസ്തഫ. രാഷ്ട്ര സുരക്ഷത്തല്ലേ? രാഷ്ട്ര സുരക്ഷ എന്നുള്ളത് ഭരണാധികാരിയുടെ ബാധ്യതയല്ലേ? ഇവിടെ വന്നിട്ട് ചോരപ്പുഴ എടുക്കാൻ സമ്മതിക്കാൻ പാടുണ്ടോ? അപ്പൊ അള്ളാന്റെ ഓർഡർ വന്നു, ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. 12 കൊല്ലം പിച്ച് ചീന്തിയില്ലേ? 12 കൊല്ലം പീഡിപ്പിച്ചില്ലേ? 12 കൊല്ലം ആക്രമിച്ചില്ലേ? 12 കൊല്ലത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയില്ലേ? 12 കൊല്ലത്തിൽ പട്ടിണി കിട്ടിയില്ലേ? 12 കൊല്ലത്തിൽ അധിക്ഷേപത്തിന് വിധേയരാക്കിയില്ലേ? 12 കൊല്ലത്തിൽ നാട് കടത്തിയില്ലേ? 12 കൊല്ലം കൊണ്ട് വീട് പിടിച്ചെടുത്തില്ലേ? 12 കൊല്ലം കൊണ്ട് കച്ചവടം പിടിച്ചെടുത്തില്ലേ? 12 കൊല്ലം കൊണ്ട് തോട്ടങ്ങൾ കയ്യിലാക്കിയില്ലേ? 12 കൊല്ലം കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചില്ലേ? ഇനിയിപ്പോ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട്
അവിടെ ചോരപ്പുഴ ഒഴുക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് കച്ചവടത്തിന് പോയ അവർ തിരിച്ചു വരുമ്പോ അവരെ പിടിച്ചിട്ടില്ലെങ്കിൽ ഇവർ എന്തിനാണ് മദീനയിൽ താമസിക്കുന്നത്? അതിനു വേണ്ടിയാ പോയത്. അത് അള്ളാന്റെ ഓർഡറുമാണ്. പക്ഷേ അള്ളാഹ്ക്ക് ആദ്യം തന്നെ പറയാലോ, 1000 ആളുകളോട് പൊരുതാനാണ് ലാസ്റ്റ് നിങ്ങൾക്ക് ഗതി ഉണ്ടാവുക, അതുകൊണ്ട് കരുതി പൊയ്ക്കോളി എന്ന് പറഞ്ഞാല് മദീനയിൽ നിന്ന് 10,000 ആളുകൾ കണ്ടുവരും. പക്ഷെ 313 ചുരുങ്ങിയെന്തേ? അവര് 40 ആൾക്കാരെ തടുക്കാൻ എന്തിനാ പത്ര ആൾക്കാര്? 313 പോയി. പക്ഷെ അള്ളാന്റെ കഥ എന്താണ്? ഇവർ 1000-നോട് മല്ലടിക്കണമെന്ന. കാരണം അപ്പോഴേ ഫുർഖാനാവുള്ളൂ. അള്ളാഹ്ക്ക് നേരത്തെ അറിയല്ലോ. അള്ളാഹ്ക്ക് നേരത്തെ തന്നെയാണ് പറഞ്ഞ പോലെ ഇത് ഫുർഖാനാണ്. അതിനെന്ത് വേണം? ഇവരൊരു യുദ്ധം ചിന്തിച്ചിട്ടോ 1000-ഓളം ആയുധ വിഭൂഷിതരായ ശത്രു വിഭാഗത്തെ മനസ്സിൽ കണ്ടിട്ടോ അല്ല വരേണ്ടത്. ഇവര് 40 ആളുകളെ തടുക്കാൻ വരണം. ആ സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അങ്ങനെ വന്ന നിരായുധരായ ഈ വിഭാഗം സർവായുധ വിഭൂഷിതരായ 1000-ഓട് പടവെട്ടിയിട്ട് അവാച്യമായ വിജയഭേരി മുഴക്കിയിട്ട് ചരിത്രത്തിൽ ഈ രാവിനെയും പകലിനെയും അൽ ഫുർഖാൻ എന്ന ടൈറ്റിലേക്ക് കൊണ്ടുവരണം. ഇതാണ് അള്ളാന്റെ തീരുമാനം. അതാണ് സംഭവിച്ചത്. അത് ദുആ കൊണ്ട് മാത്രമാണ്. എന്താണ് അവരുടെ അരന്നര? കുറച്ച് നമുക്ക് നാളെ പറയും ഇൻഷാ അല്ലാ. ഞാൻ തുടങ്ങിയേക്കാണ്. എന്താണ് അവരുടെ ആവേശം എന്നറിയങ്ങള്? സാബക്കൾ ഇങ്ങനെ ഊറ്റം കൊണ്ട് ആവേശത്തിൽ നിൽക്കുക. വാളില്ല, പരിചയമില്ല, തടുക്കാല്ല, ഒന്നുമില്ല. അപ്പുറത്തുള്ളത് എളാപ്പ, മൂത്താപ്പ, അമ്മോന്, അമ്മായി കാക്കാന്റെ മോന്, അമ്മായി, ഇവരൊക്കെ കൂടി നിരന്നിക്കല്ലേ ഏറ്റവും വലിയ പരീക്ഷ. എന്താ ഈ പരീക്ഷണം എന്ന് പറഞ്ഞങ്ങള്? ഇന്നത്തെ യുദ്ധം പോലെയല്ല. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്നു, അല്ലെ അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നു. അവർ എളാപ്പയും മൂത്താപ്പയൊന്നും അല്ലേ? ഇതല്ല. അങ്ങോട്ട് നോക്കിയാ ബാപ്പ, അമ്മായി കാക്ക, എളാപ്പാന്റെ മോന്, മൂത്താപ്പ, നോക്കി വളർത്തിയിട്ടുള്ള അമ്മോന്, ഇവർക്കെതിരാണ് ഇപ്പുറത്ത് വാളെടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ പരീക്ഷണുണ്ടോ? ഇതിനേക്കാളും വലിയ പരീക്ഷണുണ്ടോ? അബൂബൈദ് റളിയല്ലാഹു ഇങ്ങനെ നിന്നപ്പോ തന്നെ നോക്കി വളർത്തിയിട്ടുള്ള ജറാഹ് അപ്പുറത്ത് ബാപ്പയാണ്. അബൂജഹലിന്റെ കൈയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് റസൂലുള്ളാഹിനെ കൊല്ലാന്. ഇപ്പുറത്ത് മോന്. എന്താ പരീക്ഷണം നോക്കാൻ നിങ്ങൾ? മോനെ കണ്ടപ്പോ അയാൾക്ക് ചുണ്ടി കയറി. അല്ലാണ്ട് ആലിളകിയിട്ട് വരാൻ തുടങ്ങി. മോനെ തെറിപ്പൂരം പറഞ്ഞു. ബാപ്പ ഇങ്ങനെ കണ്ടാലുണ്ടാ? 2 രാഷ്ട്രീയത്തിലെ വാപ്പി മോനും നമ്മളെ നാട്ടിലുണ്ടാലുണ്ട്. പക്ഷെ തെറി പറയോ? ബാപ്പയാണെന്നുള്ളൊരു മാന്യത ഉണ്ടാവൂലേ? മോനാന്നുള്ളൊരു സ്നേഹം ഉണ്ടാവൂലേ? എന്നിട്ടല്ലേ പ്രസംഗിക്കുക. തെറി അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർ അബൂബൈദിനെ തോണ്ടി. അപ്പൊ അബൂബൈദ് പറഞ്ഞു, അടങ്ങിക്കിന്റെ വാപ്പല്ലേ, എന്നെന്തും പറഞ്ഞുകൂടെ, അധികാരല്ലേ, നിങ്ങൾ എന്തിനാ തോണ്ടാക്കണ ചോദിച്ചു. അതിന്റെ വാപ്പല്ലേ, എന്താ വെച്ചാ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എന്താ, എന്തിനാ നിങ്ങൾ തോണ്ടണ ചോദിച്ചു. അപ്പൊ വാപ്പാക്ക് മനസ്സിലായി, ജറാഹിന് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഇപ്പൊ ഇളകൂലെന്ന്. പിന്നെ ജറാഹിന്റെ പണി എന്താ അറിയോ? ബദറിലെ മുസ്തഫ നബിനാണ്ട് ചീത്ത പറയാൻ തുടങ്ങി. ഫസബ്ബൻ നബിയൽ മുസ്തഫ മുഹമ്മദൻ. മോനെ തെറി പറഞ്ഞിട്ടൊന്നും മോനെ ഇളകണില്ല. അതിന്റെ വാപ്പയാണ് എന്തും പറഞ്ഞോട്ടെ, വാപ്പാക്ക് പറയാൻ അധികാരം ഉണ്ടല്ലോ, എന്നെ ഉണ്ടാക്കിയ ആളല്ലേ, നിങ്ങൾ മുണ്ടല്ലി എന്ന് പറഞ്ഞ്. അപ്പൊ മനസ്സിലായി ഇനി ഇതുകൊണ്ടൊന്നും മോനെ ഇളകൂലെന്ന്. അപ്പൊ ഇയാള് റസൂലുള്ളാഹിനാണ്ട് തെറിയാൻ തുടങ്ങി. സഹാബാക്കൾ ഉടനെ പറയാണ്, തെറി കണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. റസൂലുള്ളാഹിനെ വിമർശിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് അബൂബൈദ ഈറ്റപ്പുലിയെ പോലെ അലറിയിട്ട് ഒരൊറ്റ ചാട്ട തിരിച്ചു വരുമ്പോ വാപ്പാന്റെ തലയിട്ട് അങ്ങോട്ട് വരുന്നത്. കാരണം അവരെ കൽബിൽ അതാണ് മുഹമ്മദ് മുസ്തഫ. മിണ്ടാതിരുന്നു. തെറി പറഞ്ഞപ്പോ തോണ്ടണ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ തോണ്ടാൻ നിൽക്കണ? ബാപ്പാക്ക് മോൻ എന്തും പറഞ്ഞൂടെ, അവിടെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ അടിയിലാണ് മുസ്തഫ നബി വിമർശിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു ചാട്ടവും വാളുമ്മ തലയും കോർത്തിട്ട് അങ്ങോട്ട് വരുന്നത്. ആ പെടക്കണ തലയും പിടിച്ചിട്ട് റസൂലുള്ളാഹി നബി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ മുഖം കണ്ട് തിരിച്ചു വന്നാണ്. അതിന് ബാപ്പാന്റെ തല എടുത്ത് വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തീ കൂടി വന്ന് അപ്പൊ മുഖം ഇങ്ങോട്ട് തിരിച്ചു. അപ്പൊ അതീ കൂടി വന്നപ്പോ മുഖം കണ്ടിരിച്ചു. അപ്പോഴാ ജിബീസിൽ വന്നിട്ട് പറഞ്ഞു, സലാം മടക്കി കളിയെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ആരാണ് അവരെന്ന് കരുതിയ? നമ്മള് ബദറിലെ കൊറേ മക്കള് വാപ്പാരങ്ങോട്ട് പിടിച്ചു. ഇത് വാപ്പയാണെന്ന് അവര് മനസ്സിലാക്കിയിട്ടില്ല. തിരക്കിനിടയിൽ പിടിക്കല്ലേ, പല അഭ്യാസമുള്ള ഒരു കൂട്ടത്തിലുണ്ട്. പിടിച്ചപ്പോ വാപ്പാറിന്, ഇത് ഞാനാണ്ടാ വാപ്പേണേ, വാപ്പേ എന്നെ വിട്ടാളെ.
വിടാ, നീ റസൂലുള്ളാഹിനെ ചീത്ത അറിയാന്ന് വെച്ചു. വേറെ ഒന്നുമില്ല. അപ്പൊ പറഞ്ഞ അതും അർപ്പിക്കാൻ പറ്റില്ല, എന്നാ പിടിച്ചോ പിടിച്ചോ. പ്രശ്നം ഇതാണ്, വേറെ ഒന്നുമില്ല. ഞാൻ ബാപ്പേണ്ട എന്നെ വിട്ടാളെ അറിഞ്ഞു, വിടാ മുത്ത് റസൂലിനെ ചീത്ത അറിയാന്ന് വെച്ചു. അത് ചിലപ്പം പറഞ്ഞുവിടായില്ല എന്താ, എന്നാ പിടിച്ചോ. വേറെ ഒരു തർക്കമില്ല. എന്തുകൊണ്ട്? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി യുവാദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു. അവിടെ പിന്നെ വാപ്പിയൊന്നുമില്ല. സ്വന്തം ഉമ്മാര് മക്കളെ ചങ്ങല കിട്ടിയില്ലേ ഈമാൻ കൊണ്ടതിന്റെ പേരില്. മുസ്അബ് ഉമൈറുല്ലാഹിന് വീട്ടില് ചങ്ങല കിട്ടത് ഉമ്മയാണ്. എന്നിട്ട് കുട്ടികളോട് തന്നെ ജനലിലൂടെ കൂടി കല്ലെടുത്ത് എറിഞ്ഞാളിന്ന് പറഞ്ഞു. മോനെ അങ്ങനെ ഉമ്മാര് പറയോ? അപ്പൊ ആഫാന്റെ അമ്മ എപ്പം പറഞ്ഞ എന്താ, എന്നെ മോൻ കുത്തി കൊന്നാലേ കട്ടുമെന്ന് കൊണ്ടാണെന്നാണ് ഇപ്പോഴും പറഞ്ഞ. ആ തള്ള പറഞ്ഞ അങ്ങനെ, എന്നെ കുത്തി കൊന്നതല്ല, എന്നെ കുത്തിയിട്ടല്ല, ഞാൻ കട്ടുമെന്ന് കൊണ്ടാണ്. കുത്തിയിട്ടാന്ന് അറിയാത്തോണ്ടല്ലോ ഇപ്പത് മോനെ കഴിച്ചിലാക്കണേ. കാരണം ഉമ്മാരി എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാ സ്വന്തം ഉമ്മ ചങ്ങല കെട്ടിട്ട് ജനലിലെ കൂടി കല്ലേറ്റ് എറിയാൻ പറഞ്ഞാൽ എന്തായിരിക്കും അന്നത്തെ ഒരു പരീക്ഷണം? എത്ര ആയിരിക്കും? പക്ഷെ എന്നിട്ടും പിടിച്ചിരുന്നു മഹാന്മാർ. هؤلاء القوم صحب الهاشمي المصطفى عنهم دوما رضاء الله رب العزة لا إله إلا الله. ഒരേറ്റുമുട്ടല് യുദ്ധമൊന്നല്ല. കാരണം 350 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നത് അബൂജാഹിലും പാർട്ടിയാണ്. റസൂലുള്ള വന്നത് 150 കിലോമീറ്റർ ആണ്. അതന്നെ പഠിച്ചാ പോരെ. ആരാ കൂടുതൽ യാത്ര ചെയ്തത്? അവര്. അപ്പൊ ആർക്കാ ഇത് ഒന്ന് ഏറ്റുമുട്ടണം എന്ന് ആഗ്രഹമുള്ളത്? ഓൽക്ക്. പിന്നെ ഇവിടറ്റം വന്നിട്ട് ഇത്ര വീമ്പം പറഞ്ഞ് വിളിച്ചിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങിന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോയാൽ ഇവിടെ കളിയാക്കാൻ വേറെ കുറെ ആൾക്കാർ അപ്പുറത്ത് കാത്തിക്കുണ്ട്. ഇതില്ല, ഇത് മക്കത്തെ പോലെയല്ല. അപ്പൊ രാഷ്ട്ര നേതാവാണ്. ആ പുള്ളകളിക്കാക്കാൻ പറ്റൂല. അഹങ്കാരികളെ പാഠം പഠിപ്പിക്കണ്ടേ? ഒന്നിനും ഒന്നിനും പോയിട്ടില്ല. അനസറുല്ലാഹിനെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ ഇങ്ങനെ അടക്കരുത്. ഒറ്റ കുട്ടി ഇളകാൻ പാടില്ല, ഒറ്റ കുട്ടി ഇളകരുത്. ഞാൻ പറയുമ്പോ മാത്രം ഇളകും. അന്നോടല്ലോട് അവിടെ പറഞ്ഞാണ് ഓനാ. പക്ഷെ എന്തൊരു കഷ്ടമാണ്. ഞാൻ ഇപ്പൊ അന്നോട് പറയാന്ന് വെച്ചാൽ അന്നവിടെ പറഞ്ഞത് ഉദ്ധരിച്ചല്ലേ. ഓമ്പേ ആയിക്കോട്ടെ, ഇളകണില്ല, നിങ്ങൾ പറയുമ്പോ തന്നെ എണീക്കുള്ളൂ. ഒറ്റ കുട്ടി ഇളകാൻ പാടില്ല എന്ന് പറഞ്ഞ മുസ്തഫാന് അൻപരിങ്ങനെ ഊറ്റം കൊള്ളല്ലേ. ഞാൻ പറയുമ്പോ മാത്രം ഇളകിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്താ, ഇവിടുന്ന് യുദ്ധാണ്ട് തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഓലിങ്ങനെ തിരമാല വരണൊരു ജഗബോഗയില് ചീറിയിട്ട് ഇങ്ങനെ കൊണ്ട് വരികയാണ്. അപ്പൊ മുസ്തഫാനെ പറഞ്ഞു, കോമോ ഇലാ ജന്നത്തിൻ അർളുഹസ്സമാവാത്തു വല്ലർ. 4 യുദ്ധത്തിന് ഇറങ്ങിക്കോളി എന്നല്ല പറഞ്ഞത്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്ത് കണ്ട് ഇറങ്ങിക്കോളി എന്ന് പറയും. ഇതാണ്ട് കേട്ടപ്പോളേ ഉമൈർ എന്നുള്ള ഒരു സഹാബി ഉണ്ടായിരുന്നു. ഒരു ഒച്ച. അപ്പൊ അള്ളാഹു ചോദിച്ചു, ഉമൈറെ ദത്താ ബജി പറഞ്ഞു. അവിടെ എനിക്ക് സാഹിത്യം പറയാൻ കഴിയാത്തോണ്ടല്ല കേട്ടോ, ഞാൻ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാണ്. ദത്താ ബജി പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞതിന് മുമ്പ് ഒരു ഓർമ്മയാണ്. കാരണം ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്ത് കാണി നീച്ചോളി പറഞ്ഞതാരാ? അള്ളാന്റെ റസൂലാണ്. അപ്പൊ നീ പോണത് അവിടേക്ക് തന്നെ എന്ന് പോലും ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ സന്തോഷത്തിൽ മൂപ്പര് 4 ഒച്ചാണ്ട് ഉണ്ടാക്കിയതാ. അതിൽ അറബികള് സന്തോഷം കൂടുമ്പോ ഉണ്ടാക്കണ വെച്ച എന്ന് പറഞ്ഞു. ഞാൻ നബിയെ ആ സ്വർഗം ഇന്ദിച്ചിട്ട് വച്ചുണ്ടാക്കിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞേ, നാ ഇന്നക്ക മിന്നഹലിയ, ഇജിഞ്ഞിപ്പോ നീച്ച അവിടേക്ക് തന്നെ പോവാ, അങ്ങോട്ട് വരൂല. അപ്പൊ മൂപ്പരെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗിൽ നിന്ന് 3-4 ഈത്തപ്പഴത്തിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ട് അപ്പഴത് കേട്ടത് ഇന്നക്ക മിന്നഹലികാന്ന്. ഉടനെ അനസെന്നവര് പറയാ, അങ്ങനെ വാച്ച് ചെയ്തു ഉമേറിനെ. അപ്പൊ മൂപ്പരെ പണി എന്താരോ, തൊള്ളയിന്ന് ഈത്തപ്പഴം കണ്ട് തുപ്പാണ്. അപ്പൊ ഇവര് ചോദിച്ചു, എന്ത് ചോദിച്ചു? ഇത് തിന്നാനൊന്നും സമയമില്ല, ഞാൻ ആണ്ടുപോണ്. ഇത് തിന്നുമ്പോഴേക്ക് നേരെ പോകും, കാരണം അവിടെ എത്തണ്ടേ. ഇറങ്ങിയതും വെട്ടുകൊണ്ടതും മരിച്ചതോ. അവരുടെ മനസ്സങ്ങനായിരുന്നു. അവരതിന് തയ്യാറായിട്ടാണ് വന്നത്. അവരെ തലയിൽ സ്വർഗാണ്, ദുനിയാവൊന്നും പോലെ തലയില്ല. അവരാരാന്ന് നമ്മള് കരുതിയത്? റമളാന്റെ തലേന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ
തലേന്ന് പകുതി സമയം വരെ ജൂതന്റെ തോട്ടത്തിൽ പോയിട്ട് പണിയെടുത്ത് ഒക്കെയില്ല. നാളെ ബദറുക്കുവാണ്. പരയിൽ 2-3 പൈതമക്കളും ഭാര്യയുള്ളത്. ഓൽക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ജൂതന്റെ തോട്ടത്തിൽ പോയിട്ട് പണിയെടുത്തു. കിട്ടിയ പൈസ പരയിൽ കൊടുന്നു. ഭാര്യന്റെ കയ്യിൽ അതിന്റെ 1/3 കൊടുത്ത്, 1/3 പാവങ്ങൾ കൊടുത്തു, 1/3 കൊണ്ട് വാള് വാങ്ങി. എന്നിട്ട് വീട്ടിൽ നിന്ന് യാത്ര പറയാം. ആ കുട്ടികൾ ഇങ്ങനെ തൊള്ളേ കൈ തോക്കൊണ്ട് വാപ്പാനെ പുറത്തിറങ്ങിയപ്പോ ചോദിച്ചു, വാപ്പേ നോമ്പർക്ക് എത്തൂലേന്ന് ചോദിച്ചു. ചെറിയ പൈതമക്കളല്ലേ. ആ വാപ്പ അങ്ങനെ നോക്കിയിട്ട് കരഞ്ഞു. നമുക്ക് നാളെ സ്വർഗത്ത് നോമ്പർക്ക, അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വരാനല്ലല്ലോ അപ്പൊ പോണത്. അപ്പൊ കുട്ടികൾ കരഞ്ഞപ്പോ ഉമ്മ കൊണ്ട് കൂട്ടി പിടിച്ചിട്ട് തലമ കഴിഞ്ഞു കൊടുത്ത്, സാരില്ല ഇപ്പൊ യുദ്ധത്തിന് പോവാണ്, ഇപ്പൊ ചിലപ്പോ മരിച്ചാൽ നമ്മക്കൊക്കെ കൂടി സ്വർഗത്ത് നോമ്പർക്കാന്നാണ് കുട്ടികളെ പറയണ. ഈ സ്വഹാബി മടങ്ങി വന്നിട്ടില്ല. അവരെ ബർക്കത്തോണല്ലോ നമ്മൾ അമ്മാക്കി തെറ്റ്. എന്താണ് അവര് നമ്മൾ മനസ്സിലാക്കിയത്? ആരാണ് മഹാന്മാരായ ബദരീങ്ങൾ? എന്താണ് അവരുടെ ധീരത? എന്താണ് അവരുടെ ആത്മാർത്ഥത? ഹബീബ നബിയോടുള്ള അവരുടെ സ്നേഹത്രയാണ്. യുദ്ധത്തിന്റെ രംഗമെത്തിയപ്പോ എല്ലാരും കൂടെ അങ്ങനെ കൂടിയിട്ട് അള്ളാഹു റസൂലിനോട് പറഞ്ഞു, മുത്തുനബിയെ ഞങ്ങളൊരു ടെന്റ് കെട്ടിത്തരാ, തങ്ങൾ അവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കരഞ്ഞിട്ട് പറയൂ, മുത്തുനബിയെ 313 ആയിരത്തിനോട് പടപൊരുതാൻ പോവല്ലേ, ഇതിൽ മിക്കവാറും ഞങ്ങളൊക്കെ മരിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ആ കൂട്ടത്തിലുള്ള ഏറ്റവും ഓടാൻ സ്പീഡുള്ള ഒട്ടകത്തെ മുസ്തഫ നബിക്ക് റെഡിയാക്കി കൊടുത്തു. ഞങ്ങൾ ഓരോ ആളുകളും മരിച്ചു വീഴുന്നത് കണ്ടാൽ തങ്ങൾ ഈ ഒട്ടകത്തിൽ കയറിയിട്ട് മദീനയിലേക്ക് പോകും. കാരണം ഞങ്ങളെക്കാൾ അങ്ങേ സ്നേഹിക്കുന്നവർ അവിടെയുണ്ട്. ഇതെങ്ങാനും 1000 ആളുകളോടുള്ള യുദ്ധമാണ് എന്ന് മദീന നിവാസികൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ ആളും മദീനയിൽ ഉണ്ടാകുമായിരുന്നില്ല നബി. എല്ലാരും ഇവിടെ ഉണ്ടാവുമായിരുന്നു, ആരും അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് മദീനയിലുള്ള ആളുകളിലേക്ക്, നമ്മുടെ അനുയായികളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് അങ്ങ് സുരക്ഷിതനായി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ഒട്ടകത്തിന്റെ മുകളിൽ കയറി പോകണം യാ റസൂലല്ലാഹ്. ഓരോ ആളുകളും മുത്തുനബിയുടെ കൈ പിടിക്കുകയാണ്. ചില ആളുകൾ കെട്ടിപ്പിടിക്കാനുള്ള തന്ത്രം മെനയുകയാണ്. എന്തൊക്കെ രംഗമാണ്! ആ സമയത്ത് ഹബീബിന്റെ ടെന്റിന് ആരാണ് കാവൽ നിൽക്കുക എന്നൊരു ചർച്ച. കാരണം മുസ്തഫ നബിയുടെ ടെന്റിന് കാവൽ നിൽക്കുന്ന ആള് വധിക്കപ്പെടും എന്നത് ഉറപ്പാണ്. ഈ 1000 ആളുകളുടെയും ഹൃദയത്തിൽ കണക്ക് കൂട്ടി ലാക്കാക്കിയിട്ടുള്ളത് അവരുടെ വാൾപുനയിൽ മുസ്തഫ നബിയുടെ ശിരസിനെ കോർത്തെടുക്കണമെന്നാണ്. അതുകൊണ്ട് രണാങ്കണത്തിൽ അള്ളാഹു റസൂലിനെ കാണുന്നില്ലെങ്കിൽ അവർ പുറത്തേക്ക് നോക്കും. ടെന്റിലുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ടെന്റ് പൊളിച്ചിട്ട് റസൂൽ എന്നാണ് കൊല്ലാൻ വരും. ഹബീബ് പാർക്കുന്ന ടെന്റിന് ആരാണ് കാവിൽ നിൽക്കുന്നത് എന്ന ചർച്ച ഇങ്ങനെ നടക്കുമ്പോ ആ ചർച്ചക്കിടയിലേക്ക് കയറി വരുന്നു അബൂബക്കറിന്റെ സിദ്ദീഖ്. എന്താ അവിടെ ഒരു ചർച്ച എന്ന് വെച്ചു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ടെന്റിന് ആരാണ് കാവൽ നിൽക്കുക എന്നുള്ള ചർച്ച. അത് ഞാൻ തീരുമാനിച്ചിട്ടല്ലേ വന്നത്. അതൊന്നും നിങ്ങൾക്ക് വിട്ടുതരൂല, നമ്മൾ തീരുമാനിച്ചാണ്. എന്താപ്പാ തീരുമാനം? അവിടെ നിൽക്കണോ തട്ടിപ്പോകുന്ന ഉറപ്പാ. അവൻ തീരുമാനിച്ചിട്ടേ ഞാൻ പൊരേനെ വന്നത്. അത് ശരി, അതൊന്നും നിങ്ങൾക്ക് വിട്ടുതരൂല, അത് നമ്മളെ പരിപാടിയാണ്. നിങ്ങൾ നോക്കൂ, ബദറിൽ 5000 മലക്കുകൾ ഇറങ്ങി. ആ ഇറങ്ങിയ സ്ഥലം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ആ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. 5000 മലക്കുകൾ ഇറങ്ങി ബദറിൽ. എന്തിനായി 5000 മലക്കുകൾ ഇറങ്ങിയത്? സഹാബാക്കളെ സഹായിക്കാൻ ഒരു മലക്കിന്റെ ആവശ്യമില്ല, പക്ഷെ അവരുടെ ആഗ്രഹമാണ് ഇറങ്ങുക എന്നുള്ളത്. 5000 മലക്കുകൾ ഇറങ്ങി. ഒറ്റ മലക്കു റസൂലുള്ളാഹിന്റെ ടെന്റിന്റെ അവിടെ ഇല്ല. അവിടെ അല്ലേ മലക്ക് വേണ്ടത്? അവിടെ മലക്കുകളില്ല. മലക്കുകളൊക്കെ ഇവിടെ. കാരണം അവിടെ മലക്കുകൾ പോയി നോക്കുമ്പോ അവിടെ ഉണ്ട് സിദ്ദീഖിന്റെ നൃത്തം ഇങ്ങനെ കണ്ട്. മലക്കുകൾ ഇറങ്ങി. നമ്മളാരും കൊണ്ട് വേണ്ട, അങ്ങോട്ട് നോക്കിയാ നൃത്തം. അമാ തറവുന സിദ്ദീഖ വാഖിഫൻ ഇൻദ ബാബിൻ നബിയിൽ മുസ്തഫ. എന്താണ് മുതലല്ലേ നിൽക്കുന്നത്? നമ്മളൊരാളെ ആവശ്യം അവിടെ ഇല്ല, അവിടുത്തെ മൊത്തം കാര്യം നിൽക്കുന്ന ആളെ കയ്യിലാണ്. ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ മലക്കുകൾ. സിദ്ദീഖിന് നൃത്തം കണ്ടിട്ട് മലക്കുകൾ ഞെട്ടിപ്പോയി എന്നാണ്. അയ്യാതി നിർത്താൻ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? പെരിയാട് അങ്ങോട്ട് എന്റെ നേതാവിനെ തൊടാൻ ധൈര്യമുള്ളവരും കണ്ട് വരുന്ന നൃത്തം. അവരല്ലേ ബദരീങ്ങളിൽ ഒന്നാമൻ, അവരല്ല ഒന്നാമൻ. ثم رضا عن أبي بكر وعن عمر وعن علي وعثمان ذي الكرم الله وعن علي وعثمان ذي الكرم سعيد زبير طلحة وأبي عبيدة وابن
في الناشر الكرم الله عبيدة وبريا في الناشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الله واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الله على حبيبك خير الخلق كلهم അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നാളെ അവരെ കൂടെ സ്വർഗത്തിലാക്കി തരട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ ദിവസമാണല്ലോ, നമുക്ക് കുറച്ച് പാടിപ്പറ. ഇന്ന് അബൂജാഹിലിനെ വെട്ടുന്ന രംഗം സഫ്വാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. മൂപ്പർക്ക് പറ്റുന്ന രൂപത്തിൽ ഇപ്പൊ വാളിന് മൂർച്ചൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ കളിയാക്കരുത് ഇൻഷാ അല്ലാഹ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ഒന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പാടുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബദർ നടക്കുന്ന സമയത്ത് അതിനു മുമ്പ് അബൂജഹലോട് മക്കയിലെ ഖുറൈശികൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ വേണ്ടാത്ത പണിക്ക് പോകണ്ട, പോയി കഴിഞ്ഞാല് ആകെ നാണം കെടും, മദീനയെ പനി വെറുതെ നാണം കിടക്കേണ്ടത് പറഞ്ഞു. അപ്പൊ അബൂജഹൽ പറഞ്ഞു, അനി ഞാൻ മദീനയെ പോണത് അവിടെ പോയിട്ട് ഞാൻ വമ്പത്തരം കാട്ടും, അപ്പൊ അവിടെ നിന്ന് ഇവരെ വിറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്, അതുകൊണ്ട് എനിക്ക് ഇതുവരെ ലക്ഷ്യമില്ല എന്നാണ്. അപ്പൊ ആ പോക്കിൽ 1000 ചില്ലാന ആളുകൾ, 1000 സംതിങ് ആളുകൾ ഉണ്ടായിരുന്നു അവരെ കൂടെ. വൈമധ്യേ വെച്ചിട്ട് പലരും അവിടുന്ന് തിരിച്ചു പോകും. അങ്ങനെ 950ഓളം ആളുകളാണ് ബദറില് ശത്രുക്കളെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ അബൂജഹലിന് തീരുമാനം ഉണ്ടായിരുന്നു മദീനയിൽ വന്നിട്ട് അബൂജഹലിന്റെ ഒരു ഹുങ്കും അഹങ്കാരം കാട്ടണം എന്നുള്ളത്. അങ്ങനെ മഹാനായ ആ യുദ്ധത്തിന്റെ സമയത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവരോട് വളരെ ചെറിയ കുഞ്ഞു മക്കള് മുആദും മുഅവ്വിദും റളിയല്ലാഹു തആല അൻഹുമ അവരൊന്ന് പറഞ്ഞു, നമ്മൾ സാധാരണ ഇവിടുത്തെ ഭാഷയിൽ മൂത്തരം മാമാതിൽ കാക്കാന്ന് വിളിക്കാം, ആ രീതിയിൽ അവർ പറഞ്ഞു, കാക്ക പിന്നെ ഈ അബൂജഹൽ അതൊന്ന് കാണിച്ചു തരുമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങനെ നോക്കി അവര് 2 ചെറിയ കുഞ്ഞുങ്ങൾ വലത്തും ഇടത്തും നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞ്, അതാ പറഞ്ഞ എങ്ങനെയാണ് അബൂജഹൽ എന്ന്. അപ്പൊ പറഞ്ഞ്, എന്തിനാ ചോദിച്ചു എങ്ങനെ? അപ്പൊ പറഞ്ഞു, ഈ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ ആളല്ലേ, ഞാൻ അബൂജഹലിനെ കണ്ടു കഴിഞ്ഞാല് ഒന്നെങ്കിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അബൂജഹൽ മരിക്കും. അപ്പൊ മറ്റാള് പറഞ്ഞു, അബൂജഹലിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ മറ്റാള് മരിക്കും. അപ്പൊ എന്തിനാ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഇവര് കാണിച്ചു കൊടുത്തു. കുറഞ്ഞ സമയത്തിന്റെ ഉള്ളില് ഈ കുട്ടികള് ഒരൊറ്റ പോക്കാണ്. ഇവര് പോയിട്ട് വാളെടുത്ത് വന്ന തലങ്ങനെ 2 വിട്ടു. അതില് അബൂജഹലിന്റെ കഥ തീരും ചെയ്തു. ചരിത്രം പറയുന്ന അബൂജഹലിനെ വെട്ടിയത് ഈ 2 ചെറിയ കുഞ്ഞുങ്ങളാണ് അബൂജഹലിന്റെ മരണത്തിന് കാരണം എന്നാണ് ചരിത്രം. അല്ലാഹു തആല ഈ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് റഹ്മാനെ നന്നാക്കുമാറാകട്ടെ. പിന്നെ നബി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആള് ഊരിയിട്ടുള്ളല്ലോ, വെട്ടിയില്ലല്ലോ. ഏതായാലും ആയിക്കോട്ടെ, സമയമില്ലാത്തോണ്ടല്ലേ വിശാലായിട്ട് പറയുന്ന ആളാ. ഏതായാലാട്ടെ, ഊരിയല്ല, ഏതായാലും ഊരിയാ പിന്നെ വെട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മളിങ്ങനെ അനുസ്മരിക്കാന്ന് മാത്രം. അവരുടെ ഒരു ത്യാഗം വല്ലാത്തൊരു ത്യാഗമാണ്. അല്ലാഹു തആല എത്ര ചിന്തിച്ചാലും നമുക്ക് അറ്റം കിട്ടാത്ത ത്യാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഅദ് ഇബ്നു മുആദിനോട് പറഞ്ഞല്ലോ, കാരണം 30 ആളുകളെ 40 ആളുകളെ തടയാൻ വേണ്ടി വന്ന അവരുടെ മുമ്പില് 1000ഓളം ആളുകള് പടർന്നു പിടിച്ച കൃഷികളെ പോലെ സർവായുധ വിഭൂഷിതരായി പരന്ന് നിൽക്കുകയാണ്. അപ്പോ മദീനക്കാര് മുസ്തഫ നബിയോട് പറഞ്ഞിരുന്നു, മദീനയിലേക്ക് അങ്ങ് വന്നാൽ ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കോളാം, മദീനയിൽ അങ്ങ് തൊടാൻ ഒരു കുട്ടിക്കും കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് മദീനല്ല, ബദറാണ്, മദീനന്റെ പുറത്താണ്. അപ്പൊ ഇനി എന്താണ്
എന്ന നിലയിൽ ഒരു മുഷാവറയാണ്, എന്താണ് വേണ്ടത്. അതിലാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബിയെ നിങ്ങൾ പലതവണ ആവർത്തിച്ച് ചോദിച്ചത് ഞങ്ങൾ അൻസാരികളെയും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കും. ഞാൻ അവർക്ക് വേണ്ടി പറയാണ്, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനക്ക് കാത്തുക്കാണ് നബിയെ. മൂസാ നബിന്റെ അനുയായികൾ മൂസാ നബിനോട് പറഞ്ഞിട്ട് നീയും റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് ആ കാണുന്ന തിരമാല തലതല്ലി തകരുന്ന സമുദ്രത്തിലേക്ക് ഇറങ്ങാനാണ് അങ്ങ് പറയുന്നതെങ്കിൽ ഞൊടിയിടയിൽ ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് നബിയെ. അങ്ങ് തീരുമാനം പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. സഅദ് ഇബ്നു മുആദിന്റെ പ്രസ്താവന കേട്ടുകൊണ്ട് ഹബീബാ നബിയുടെ മുഖം സന്തോഷാധിക്യം കൊണ്ട് ഹബീബാ നബിയുടെ മുഖം പ്രശോഭിതമായി എന്നാണ് ചരിത്രം പറയുന്നത്. ഹബീബിനെ കുളിർപ്പിക്കുന്ന അതിമനോഹരമായ സ്നേഹത്തിന്റെ ആത്മാർത്ഥതയുള്ള വാക്കുകൾ ആ സമയത്ത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും രംഗത്ത് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് രംഗത്തിറങ്ങി. ഇൻഷാ അല്ലാഹ് ഇന്ന് സമയം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വടച്ച് നിർത്തുകയാണ്. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി പാടി പറയണം. കാരണം മോയിൻകുട്ടി വൈദ്യര് 40 വയസ്സിനിടയിൽ ഇതൊക്കെ കുത്തിക്കുറിച്ച് 17 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, 17 കവിതകൾ മുഴുവനും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതൊക്കെ മനോഹരമായി വർണ്ണിച്ച് ഇഷ്കിന്റെ മഷിത്തുള്ളികൾ കുത്തിവെച്ചുകൊണ്ട് വളരെ മനോഹരമായി എഴുതി വെച്ചതാണ്. അതൊക്കെ 4 വരി പാടി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് 17 രാവാണ്. അതേപോലെ ഒരു 27 രാവ് ആകെ 10 ദിവസമുള്ളൂ. ഈ പള്ളി മൊത്തം നിറയും ഇൻഷാ അല്ലാഹ്. പള്ളിന്റെ അടി മേലൊക്കെ ആളുണ്ടാവും. 2:30-3 മണി വരെ പല ജില്ലകളിൽ നിന്നും തൻ്റെ ഇടമുള്ള യുവാക്കൾ ഈ പള്ളിയിൽ വരും. അത് എല്ലാ വർഷവും 18 വർഷമായിട്ട് ഞാൻ ഏത് പള്ളിയിലാണെങ്കിലും അവിടേക്ക് വരുന്നവരാണ്. പ്രത്യേകിച്ച് പബ്ലിസിറ്റി ഒന്നും ആവശ്യമില്ല. അതിന് പുറമെ നമ്മളെ മഹലിലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു 1000-ഓളം ആളുകൾ ഇൻഷാ അല്ലാഹ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരൊക്കെ നമുക്ക് സൽക്കരിക്കണം, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. അത് പറയാൻ കാരണം നല്ലൊരു ഫണ്ടപ്പം ആവശ്യമുണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിയണമെന്ന് പറയണുള്ളൂ, പിരിക്കാനല്ല. പക്ഷെ ഈ സദസ്സ് ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞൊരു സദസ്സായതുകൊണ്ട് ഇവിടെ പിരിച്ചാൽ ക്ലിക്കാവും. ഒരു 60,000 റുപ്യ എങ്ങനെയാലും വേണ്ടി വരും. 20,000 ഞാൻ കൊടുക്കാം. ഞാൻ ഒരു 40,000 ആവശ്യമുള്ളൂ. 20,000 എൻ്റെ അടുത്ത് വാങ്ങണം. ഞാൻ ഈ സദസ്സ് നേറ്റാണ്, നിങ്ങൾ ആളെ മക്കാറാക്കരുത്. ബദരീങ്ങളെ സദസ്സ് എന്നാണ് ഞാൻ ഏറ്റത്. നിങ്ങൾ മേലെ നിങ്ങാണ്ട് നിങ്ങളൊന്ന് 1000 തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്മാരെ ചോദിക്കലാവും. എനിക്ക് നിങ്ങൾക്ക് സ്വകാര്യം തരാൻ പറ്റായിട്ടല്ല. 20,000 ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങട്ടൊരു വർത്താനമില്ല. ഈ ബാക്കി നിങ്ങൾ നോക്കി, അത് ഇന്ന് രാത്രി തന്നെ എണ്ണി തരാം. ബാക്കി 40,000 ആവശ്യമുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി 20,000 കൊടുക്കണ്ട. നിങ്ങളൊക്കെ കൊടുക്കണതിന് മേലെ ഞാൻ കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ അതിന്റെ മേലെ പോയാലും നിങ്ങൾ കൊടുക്കൂല. കാരണം കൊടുത്തിട്ട് കാര്യമില്ല, അതിനകത്ര ഇവിടെ പൈസ ആവശ്യമില്ല. 3-1 ഇപ്പൊ ഞാൻ കൊടുത്തല്ലോ. ഇനി ബാക്കി 2 ഭാഗമല്ലേ ആവശ്യമുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി കൊടുക്കണം. അതൊരാൾ 1000-2000 ഒക്കെ കൊടുത്താൽ നടക്കാവുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളാണ് കൊടുക്കൂലേ? ബാക്കിയൊക്കെ ഫുള്ള് ഞാൻ കൊടുക്കണം. ഐ ആം റെഡി. 60,000 ഞാൻ കൊടുക്കണം, ഞാൻ കൊടുക്കാം. പക്ഷെ നിങ്ങൾക്കും കൂലി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പേസ് ഉണ്ടാക്കി തന്നത്. എനിക്ക് വിഷയമൊന്നുമല്ല, ഞാൻ കൊടുക്കും. അപ്പൊ നിങ്ങൾ ബാക്കി എല്ലാവരും കൂടിയാണ് കൊടുക്കണം. 20,000 ഇരുന്ന് വാങ്ങും ചെയ്യണം. അള്ളാഹു എല്ലാ നെയ്യത്തും എല്ലാ അമലും അള്ളാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നാളെ അസറിന് ശേഷം ബദർ മൗലിദ് ഉണ്ട്, അതുപോലെ ഇഫ്താർ ഉണ്ട്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിന് ഇവിടെ പിരിവൊന്നുമില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് കമ്മിറ്റിക്കാർ ചെയ്യും. ചില ആൾക്കാരൊക്കെ അതിനെ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാനും അതിന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാരും കൊടുത്തവരാണ് ഇൻഷാ. പിന്നെ മറ്റന്നാളാണോ 19-ാം തീയതി മജ്‌ലിസുന്നൂർ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, മറ്റന്നാള് ഉണ്ട്. ഞാൻ ശൈലജനോട് പറയാൻ നിൽക്കുക. എനിക്ക് മറ്റന്നാൾ തന്നെയാണ്. ഞാൻ രാത്രി ഒരു പരിപാടി ഏറ്റിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ സ്ഥലം, കാളാട് തങ്ങൾ എന്ന് അറിയപ്പെട്ട തങ്ങളാണ്. അവരെ മക്കളൊക്കെ ഇവിടെ ജുമാക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ രാത്രി റമദാന് പരിപാടി ഏൽക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം, അത് അറിഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ ഉപ്പാന്റെ ഉറൂസ് നിങ്ങൾ വരണം, 1 മണിക്കൂറെങ്കിലും പ്രസംഗിക്കണമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ ഞാനത് ഏറ്റിട്ടുണ്ട്. അടുത്തല്ലേ, അപ്പൊ അതും മറ്റന്നാൾ തന്നെയാണ്. അപ്പൊ എന്താ ചെയ്യാ, കഴിഞ്ഞിട്ട് തന്നാ മതി ഇൻഷാ അല്ലാഹ്. ആ മറ്റന്നാളും മജ്‌ലിസുന്നൂറും പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിലും എല്ലാവരും പങ്കെടുക്കുക, നാളത്തേലും പങ്കെടുക്കുക. 26-ന്റെ ആരും മറക്കും വേണ്ട. പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുമ്പോ നമ്മളെ നാട്ടിൽ നിന്ന് ആളുകൾ ഇല്ലായിരിക്കരുത്. ഈ ആളുകൾ ഏതായാലും വേണം. എല്ലാവർക്കും പള്ള നിറച്ചും ചോറുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നല്ല ഭംഗിയാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ബദരീങ്ങളെ ബർക്കത്തോണ്ട് ആഖിറസമാനിൽ ജീവിക്കും ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ തെറ്റുകളുടെ ചളിയിലാണ്, ഞങ്ങളൊക്കെ ആഖിറസമാനിലാണ്, ഇരുട്ടിലാണ്, നീ വെളിച്ചം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സയ്യാത്തൊക്കെ പുറത്തു തന്നാൽ പോരാ, അത് ഹസനാത്താക്കി മാറ്റിമറിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മദഹും ഞങ്ങളുടെ സദഖയും ഞങ്ങളുടെ ഇരുത്തവും ഞങ്ങളുടെ നന്മയും ഞങ്ങളുടെ സൗമ്യതയും ഞങ്ങളുടെ സേവനവും ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ സഹകരണവും എല്ലാം നീ സ്വർഗത്തിലേക്കുള്ള അമലുകളായി കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും മായ്ക്കുകയും പൊറുക്കുകയും മറക്കുകയും ഞങ്ങളെ മറപ്പിക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവെ സ്വർഗത്തിലേക്കുള്ള റൂട്ട് ശരിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ ബദരീങ്ങളെ വർക്കത്തോണ്ട് രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. കച്ചവടത്തിൽ ബർക്കത്ത് എല്ലാവർക്കും കൊടുക്കണേ അല്ലാഹ്. ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമയങ്ങളിൽ സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സേവിക്കുന്നവരെ, സഹായിക്കുന്നവരെ, സന്തോഷിപ്പിക്കുന്നവരെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ അല്ലാഹു അവരുടെ എല്ലാ വിഷയത്തിലും അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു ഈ സാസിനെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ച് ഖബറിൽ കിടക്കുന്നവർക്ക് ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉറ്റവർക്ക് ഉടയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഈ മഗ്ഫിറത്തിന്റെ 10 മഗ്ഫിറത്തിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خلق سيدنا محمد الحمد لله رب العالمين.